ഇന്നലെ DQന്റെ അയാം ഗെയിമിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ട്രെയിൻ കണ്ടിട്ട് എന്താ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സ്കെയിലുള്ള ഒരു ഫിലിം ആയിരിക്കും. അതിൻ്റെ സിനിമാറ്റോഗ്രഫിയും മേക്കിങ്ങും മ്യൂസിക്കും ആൻഡ് ഓഫ് കോഴ്സ് ഒക്കെയുടെ ആ ഒരു സ്വാഗിന് ആ ഒരു സ്റ്റൈലും ആ ഒരു പെർഫോമൻസ് ഐ തിങ്ക് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ആയിരിക്കും. ആൻഡ് ഐ തിങ്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് കേട്ട് എന്താ പറയുക ഒരു റൂമേഴ്സൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. പക്ഷേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓവറോൾ ആ ഒരു വേൾഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വെരി എക്സൈറ്റഡ്. വലിയ രീതിയിലാണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഇപ്പോൾ മലയാളം ഫിലിമിനെ പോലെ തോന്നില്ല മേക്കിംഗ് കണ്ടിട്ട്. എക്സാക്ട്ലി അതാണ്. അപ്പോൾ ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു പാൻ ഇന്ത്യൻ സ്കെയിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്കെയിൽ ആ ഫിലിമിന് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഐ തിങ്ക് മലയാളം സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് ഫിലിം ആവാനുള്ള എല്ലാ ഒരു മേക്കിങ്സും ഉണ്ട് ആ പടത്തിന്. DQ 3 വർഷത്തിന് ശേഷമാണ് ഒരു മലയാള ചിത്രം ഫുൾഫ്ലെഡ്ജ് ആയിട്ട് വരുന്നത്. ഒരു വൺ കംബാക്ക് തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കംബാക്ക് അല്ല, മീൻസ് ഓൾവേസ് ബെൻ ഹിയർ, പക്ഷെ എന്നാലും ഒരു ബാക്ക് വിത്ത് ദ ബാങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത് അയാം ഗെയിമിന്റെ ട്രെയിലർ ആയിരുന്നു. സാബുച്ചേട്ടൻ അയാം ഗെയിമിന്റെ ട്രെയിലർ കണ്ടില്ല. ഞാൻ വാർത്ത പ്ലേ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന് നിപ്പുണ്ടായിരുന്നു. പക്ഷെ വാർത്തയുടെ ഇടയിൽ അത് കണ്ടില്ല. കാണണം. ഓക്കെ.